ഹായ് ഓൾ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. എന്നാ ഉണ്ട് വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടും ഇരിക്കുന്നെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് ഇന്ന് എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഫിഷ് ഫ്രൈ നോക്കാം. അതിനായിട്ട് ഒരു ബൗൾ എടുക്കുക. അതിലേക്ക് നമ്മൾ കുറച്ച് ടർമറിക് പൊടി ഇടുന്നു. ദെൻ സോൾട്ട് ഇട്ട് കൊടുക്കുന്നു. പിന്നെ നമ്മുടെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇടുന്നു. ഞാനിപ്പോൾ 1½ ടീസ്പൂണാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അവരവരുടെ ആവശ്യത്തിനനുസരിച്ച് എടുക്കുക. ഇതിലേക്ക് നമുക്ക് എന്ത് ചേർക്കാം? ഇനി ചില്ലി പൗഡറാണ് ചേർക്കുന്നത്. അപ്പോൾ എരിവ് കൂടുതൽ വേണമെങ്കിൽ ഇച്ചിരി ഏറെ ഇടുക കേട്ടോ. ദെൻ നമുക്ക് ഇതിലേക്ക് വിനീഗറാണ് അടുത്തതായിട്ട് ഞാൻ ചേർക്കാൻ പോകുന്നത്. അപ്പോൾ നാരങ്ങ ഉണ്ടെങ്കിൽ നിങ്ങൾ ഹാഫ് ലെമൺ ചേർക്കുക, അതല്ല എന്നുണ്ടെങ്കിൽ വിനീഗർ ആഡ് ചെയ്യുക. ഓക്കെ, അതിനുശേഷം നമ്മൾ എന്ത് ചേർക്കുക? ഇതിലേക്ക് നമ്മുടെ പെപ്പർ പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ പെപ്പർ പൗഡറും കൂടെ ചേർത്തിട്ട് നല്ലതായിട്ട് എന്ത് ചെയ്യുക? നമ്മൾ ഇത് മിക്സ് ആക്കുക. ഓക്കെ, ഇനി ആവശ്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ വെള്ളം കൂടെ ഒഴിച്ച് കൊടുത്ത് അത് നല്ലതായിട്ട് മിക്സ് ആക്കുക. അപ്പോൾ എനിക്കിവിടെ ഇച്ചിരി വെള്ളം ഞാൻ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ വെള്ളം കൂടെ ചേർത്തിട്ട് നമുക്ക് നല്ലതായിട്ട് ഇതിനെ മിക്സ് ആക്കാം. ഓക്കെ, ഇനി ഇതിലേക്ക് നമ്മുടെ ഫിഷ് കുട്ടന്മാരെ നമ്മൾ ഇതിനകത്ത് ഇട്ട് കൊടുക്കാൻ പോവാണ്. ഞാനിപ്പോൾ ഇവിടെ അയലയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഏത് ഫിഷും ഈ സെയിം രീതിയിൽ ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ അയല പീസസിലേക്ക് ഇത് നല്ലതായിട്ട് മിക്സ് ചെയ്ത് പിടിപ്പിക്കുക. ഓക്കെ, ഇനി മാരിനേറ്റ് ചെയ്യാനായിട്ട് കുറച്ച് നേരം നിങ്ങൾക്ക് ഫ്രിഡ്ജിൽ വെക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇതെല്ലാം ഒന്ന് ഗ്രേവി എല്ലാം ഒന്ന് പിടിച്ച് സെറ്റ് ആവട്ടെ. ആ മസാലയൊക്കെ ഒന്ന് നല്ലതായിട്ട് ആ ഫിഷിലോട്ട് പിടിക്കട്ടെ. ഓക്കെ, അപ്പോൾ നമുക്ക് കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഇനി നമ്മുടെ അടുത്ത പ്രോസസ്സ് എന്ന് പറയുന്നത് എന്താണ്? നമ്മളൊരു പാൻ വെക്കുക. പാൻ വെച്ചിട്ട് എന്ത് ചെയ്യുക? അതിലേക്ക് നല്ല കോക്കനട്ട് ഓയിൽ ഒഴിച്ച് കൊടുക്കുക. ഓക്കെ, കോക്കനട്ട് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് നമ്മുടെ ഈ ഫിഷ് കുട്ടന്മാരെ അതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ കയ്യിൽ കറി ലീവ്സ് ഉണ്ടെങ്കിൽ കുറച്ച് കറി ലീവ്സ് കൂടെ ആ കോക്കനട്ട് ഓയിൽ ഇട്ട് കൊടുത്താൽ നല്ലതാണ്. അപ്പോൾ എൻ്റെ കയ്യിൽ ഇല്ലാത്തത് കൊണ്ട് ഞാനത് ചേർക്കുന്നില്ല. അപ്പം നമ്മുടെ ഫിഷിനൊക്കെ കണ്ടോ, എന്ത് രസമായിട്ടുണ്ടല്ലേ? അപ്പോൾ നമ്മുടെ ഫിഷ് നല്ലതായിട്ട് മൊരിഞ്ഞ് വരുമ്പം, വൺ സൈഡ് മൊരിഞ്ഞ് വരുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? അതിനെ തിരിച്ചിട്ട് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരു സൈഡ് നല്ലതായിട്ട് വന്നിട്ടുണ്ട്, മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു ഫോർക്ക് ഉപയോഗിച്ചിട്ട് ഞാൻ എന്ത് ചെയ്യുക? ഇതിനെല്ലാം തിരിച്ചിട്ട് കൊടുക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ബാച്ചിലേഴ്സിനും ഉണ്ടാക്കി നോക്കാൻ പറ്റുന്നതാണ്. സിമ്പിളായിട്ടുള്ളൊരു റെസിപ്പിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ നമ്മുടെ വീഡിയോസ് എല്ലാവരും കാണണം, ലൈക്ക് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ നമ്മുടെ ഫിഷ് എല്ലാം നമ്മൾ തിരിച്ചിട്ട് കൊടുത്തു. വൺ സൈഡ് നമുക്ക് എല്ലാം നല്ല മുരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഫിഷ് ഫ്രൈ. ഓക്കെ, എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. നല്ല ടേസ്റ്റിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം, ഫീഡ്ബാക്ക്സ് അറിയിക്കണം. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഏതെങ്കിലും ഇതുപോലെ റെസിപ്പീസ് വേണമെന്നുണ്ടെങ്കിൽ എനിക്കൊന്ന് കമൻറ്റ് ചെയ്യുക. ഞാനത് നിങ്ങൾക്ക് വീഡിയോസ് ഇട്ട് തരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ അടുത്തൊരു റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ, ടേക്ക് കെയർ, ലവ് യു ഓൾ.